ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 24ാമത് ആനുവൽ ഡേ നെക്സോണ 2026 എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ മാനേജർ അനീഷ് ജേക്കബ് സ്വാഗതം പറഞ്ഞു. 21ാമത് വാർഷികം ആഘോഷിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 2005 തുടങ്ങുമ്പോൾ സാധാരണക്കാരുടെ കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. ഈ 21 വർഷവും മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി സാമ്പത്തിക പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ ഇവിടുത്തെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും കൂട്ടായ ശ്രമം നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മാർ ബെഹനാം സഹദ വലിയപള്ളി അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ റെജി തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. ബാല്യകാലം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണമായ കാലമാണ്. നാം പ്രായമായി ജോലിയിലൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചിന്തിക്കുവാനും അതുപോലെ തന്നെ രസിക്കുവാനുമുള്ള അനുഭവങ്ങൾ നമ്മൾ ബാല്യകാലത്ത് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിന് നമുക്ക് മുതൽ മുടക്കാണ്ട് വരുന്നത് കുറച്ച് സമയവും അതുപോലെ കുറച്ച് അധ്വാനവുമാണ്. അത് രണ്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളമുണ്ട്. ഇത് മുടക്കി കഴിഞ്ഞാൽ, ഈ മുതൽ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അത് നമ്മിൽ നിന്ന് ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന അനുഭവമില്ല. അത് ആരും കവർന്നു കൊണ്ടുപോവുകയുമില്ല. നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു സ്റ്റാറ്റസ് ആയിട്ട് നിലനിൽക്കുവാൻ, സന്തോഷമായി അത് മാറുവാൻ കാരണമായി തീരും. വിദ്യാഭ്യാസകാലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകാലമാണ്. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമിത ഷെരീഫ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്ങോല നമ്മുടെ കുഞ്ഞ് മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷന് എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം നമുക്കറിയാം, ഇപ്പം അച്ഛൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം. നമ്മുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഒരു ഇതിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടവും നമ്മുടെ കോളേജ് ജീവിതവും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഓരോ വർഷം നമ്മുടെ ഈ അധ്യയന വർഷം പിന്നിടുമ്പോഴും നമ്മുടെ അധ്യാപകർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, പഠനത്തോടൊപ്പം തന്നെ കലാപരമായ കഴിവുകൾക്ക് ഇന്ന് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര മാസങ്ങൾക്ക് മുമ്പുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായിരിക്കും ഇന്ന് നമ്മുടെ മക്കള് ഈ സ്കൂളിൽ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. HM ആശ ഏലിയസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റ് ബിജുക്കുട്ടൻ മുഖ്യാതിഥിയായി. ബിജുക്കുട്ടൻ കലാഭവൻ മണിയുടെ ഗാനം ആലപിച്ചു. കുട്ടികൾ പാട്ടിനൊപ്പം ചുവടുവെച്ചു.
മാനേജർ അനീഷ് ജേക്കബ് ബിജുക്കുട്ടന് ഉപഹാരം നൽകി. കമാൻഡർ പൗലോസ് തേപ്പാല സ്കൂൾ ബാഗിന്റെ വിതരണോദ്ഘാടനം നടത്തി. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചവർ മാത്രം വിദ്യാഭ്യാസം ആയിട്ടില്ല. ലോകത്തിലെ ഏകദേശം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ട്രാവൽ അമേരിക്കൻ ട്രിപ്പ് ഉൾപ്പെടെ ഏകദേശം 47ഓളം രാജ്യങ്ങളിൽ ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ ശാലയും സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ 47ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അറബി ഉൾപ്പെടെ ഏകദേശം 7ഓളം ലാംഗ്വേജ് ഞാൻ സംസാരിക്കും. പക്ഷെ അതൊരു വലിയ പ്രാഗൽഭ്യമായിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളെന്നല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നമ്മൾ ലാംഗ്വേജ് മാത്രമല്ല, നല്ല വ്യക്തിത്വമായിട്ട് അവരെ വളരാനുള്ളൊരു സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ നാട്ടിലൊക്കെ കുട്ടികൾ ഇംഗ്ലീഷ് പറയുമ്പോൾ വലിയ സാഹിബിൻ്റെ മോനാണെന്ന് പറയും. അതൊന്നും വകവയ്ക്കേണ്ട. സംസാരിക്കുന്നത് എത്രത്തോളം കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ മിങ്കിൾ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാനും അത് പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി ഏലിയാസ്, മാർ ബെഹനം സഹദ വലിയപള്ളി മാനേജറും ട്രസ്റ്റിയുമായ ജെയിംസ് കുര്യൻ, ജെയ്സൺ ഡേവിഡ്, സ്കൂൾ ബോർഡ് ചെയർമാൻ എൽദോ മാത്യു, PTA പ്രസിഡന്റ് ബിനു കുര്യാക്കോസ് എന്നിവർ ആശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി ശോഭ കെ നന്ദി പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.